മക്കളുടെ പേജ് നമ്പർ 83 പ്രോബ്ലമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 2 × L + B. അത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 50. അതായത് ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര? ഒരു വശം 5 മീറ്റർ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ബ്രെഡ്ത്ത് അവർ തന്നിട്ടുണ്ടെന്ന് നമുക്ക് എടുക്കാം. 5 മീറ്റർ. ശരി, അങ്ങനെയാണെങ്കിൽ മറ്റേ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അറിയാത്തതിന് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? പെരിമീറ്റർ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്താണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ പെരിമീറ്റർ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 50. അപ്പോൾ നമുക്കത് ഈ ഇക്വേഷൻ്റെ അകത്ത് വെച്ച് എഴുതാം. 2 × L + B എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 50 അല്ലേ? 50. എന്താ ഈ 50 വരാൻ കാര്യം? പെരിമീറ്റർ 50 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? പെരിമീറ്ററിന് ഇക്വേഷനാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പം 2 × ലെങ്ത് എത്ര? എക്സ് പ്ലസ് ബ്രെഡ്ത്ത് എത്ര? 5 = 50. ശരിയല്ലേ? തന്നേക്കുന്നമാരെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ഇൻറ്റു അല്ലേ മക്കളെ? ഇവിടെ ഇൻറ്റു അല്ലേ? ഈ ഇൻറ്റു 2 അങ്ങ് അപ്പുറം എന്താകും? ഡിവിഷൻ ആകും. ശരിയല്ലേ? എന്തിനാ അപ്പുറം കൊണ്ടുപോകുന്നേ? എനിക്ക് ആ കാര്യം കണ്ടുപിടിക്കുന്നത് എക്സിനെ. അപ്പോൾ എക്സിൻ്റെ കൂടെ ആരും കിടക്കാൻ പാടില്ല. ഈ ഇൻറ്റു 2 കിടക്കാൻ പാടില്ല, +5 കിടക്കാൻ പാടില്ല. അപ്പോൾ അതാ എക്സ് + 5 = 50/2 എന്ന് വരും. അതായത് എക്സ് + 5 = 50/2 എത്രടാ? മിടുക്കൻ, 25. ശരി, അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും? ഈ +5 അപ്പുറം പോയി എന്താകും? -25 - 5 എന്ന് വരും. അതായത് 20 എന്ന് വരും. നമുക്ക് ആരെ കിട്ടി? ലെങ്തിനെ കിട്ടി. എത്ര ലെങ്ത്? ലെങ്ത് = 20 മീറ്റർ. കണക്ക് കഴിഞ്ഞു. മകളുടെ അടുത്ത കണക്ക് അനിതയും കൂട്ടുകാരും പേന വാങ്ങി. അനിത ആൻഡ് ഹെർ ഫ്രണ്ട് ബോട്ട് 5 പെൻസ്. 5 പേന അവർ ഒന്നിച്ച് വാങ്ങി കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്തു? കടയിൽ പോയി 5 പേന മേടിച്ചു. ആകെ വിലയിൽ നിന്നും 3 രൂപ കുറവ് കിട്ടി. അതായത് അവർക്ക് എന്ത് കിട്ടി? റിഡക്ഷൻ കിട്ടി. 3 രൂപ അവർക്ക് എന്ത് ചെയ്തു? കുറഞ്ഞ് കിട്ടി. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് കിട്ടി അവർക്ക്. അപ്പോൾ അവർ 5 പേന ഒരുമിച്ച് വാങ്ങിയപ്പം ഒരു പേനയ്ക്ക് 2 രൂപയാണെന്ന് വിചാരിച്ചോ. 5 പേനയ്ക്ക് അപ്പോൾ എത്ര അവിടെ? 5 × 2 ശരിയല്ലേ? ഒരു പേനയ്ക്ക് 2 രൂപയാകുമ്പം 5 പേനയ്ക്ക് 2 × 5. ഒരു പേനയ്ക്ക് 3 രൂപയാകുമ്പം 5 പേനയ്ക്ക് 3 × 5. ഒരു പേനയ്ക്ക് 4 രൂപയാകുമ്പം 4 × 5 ശരിയല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്തു? അങ്ങനെ അവർ പേന മേടിച്ചു. മേടിച്ചപ്പോൾ അവർക്ക് എന്ത് കിട്ടി? 3 രൂപ കുറവ് കിട്ടി. അപ്പം 3 രൂപ കുറച്ചിട്ട് അവർക്ക് കടയിൽ എത്ര കൊടുത്താൽ മതിയായിരുന്നു? ടോട്ടൽ കോസ്റ്റ് 32 രൂപയാണ് ചിലവായത്. അങ്ങനെയാണെങ്കിൽ ഓരോ പേനയുടെയും വില നമുക്കറിയാത്തതാണ്. നമ്മൾ എന്തെടുക്കും? എക്സ് എന്ന് കൊടുക്കും അല്ലേ? അപ്പോൾ നമ്മൾ എഴുതും കോസ്റ്റ് ഓഫ് പെൻ. നമ്മുടെ കോസ്റ്റ് ഓഫ് പെൻ എത്രടാ? അറിയില്ല. എക്സ് കൊടുത്തു. ശരിയല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പെൻ എക്സ് ആണെങ്കിൽ മക്കളെ എന്താ ഇവിടെ കഥ പറഞ്ഞേക്കുന്നത്? എന്താ? 5 പേന വാങ്ങി. 5 പേനയ്ക്ക് അപ്പോൾ എത്ര ആവും? ഒരു പേനയുടെ വില എക്സ് ആകുമ്പം 5 പേനയ്ക്ക് 5 × എക്സ്. ആ പേനയുടെ വിലയുടെ കൂടെ അവരെന്ത് ചെയ്തു? അവർക്ക് 3 രൂപ റിഡക്ഷൻ കിട്ടി. റിഡക്ഷൻ കിട്ടിയപ്പോൾ അവർക്ക് എത്ര രൂപയായുള്ളൂ? 32 രൂപ കൊടുത്താൽ മതി. ഇതില്ലടാ മക്കളെ കഥ. 5 പേനയുടെ വിലയുടെ കൂടെ 3 രൂപ കുറച്ചപ്പോൾ അവർക്ക് 32 രൂപ കുറച്ച് കൊടുത്താൽ മതി. ഇതില്ലടാ മക്കളെ. 32 രൂപ കുറഞ്ഞു, 32 രൂപ കൊടുത്താൽ മതി. ഇതല്ലേ കഥ? 5 പേനയുടെ വിലയുടെ കൂടെ 3 രൂപ കുറച്ചു, അപ്പോൾ അവർക്ക് 32 രൂപ കൊടുത്താൽ മതി. അങ്ങനെയല്ലേ മക്കളെ കഥ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് എ പെൻ എക്സ് അല്ലേ? ഈ എക്സ് ആണ് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു 5നെ അപ്പുറം കൊണ്ടുപോകണം, -3 അപ്പുറം കൊണ്ടുപോകണം. നമുക്ക് ആദ്യം -3 അപ്പുറം കൊണ്ടുപോകാം. അപ്പം 5x അതുപോലെ എഴുതി. ഈ -3 അപ്പുറം പോയി എന്താവുക? +3 ആവത്തില്ലേ? ആവും. അപ്പോൾ എന്താവും? 5x = ഈ 32 + 3 നമുക്കറിയാം 35 ആണെന്നറിയാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 5x 35 ആണെങ്കിൽ എക്സ് എന്ത് വരും? ഇൻറ്റു 5 അപ്പുറം പോകുമ്പോൾ എന്താകും? 35 / 5. അങ്ങനെയാണെങ്കിൽ 35നെ 5 കൊണ്ട് വായിച്ചാൽ എത്ര രൂപ? 7. അങ്ങനെയാണെങ്കിൽ പേനയുടെ വില എത്ര? 7. ക്വസ്റ്റിനെ കഥ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതിയടാ.
മക്കളുടെ അടുത്ത കണക്ക് എന്തോ പറഞ്ഞേക്കുന്നേ, ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ 3 ആഡഡ് ടു 2 ടൈംസ് ദ നമ്പർ. ഏതോ നമ്പറിൻ്റെ കൂടെ 3 ആഡ് ചെയ്തേക്കുക. 3 ആഡ് ചെയ്തിട്ടുണ്ട്. ആരുടെ കൂടെ? 2 ടൈംസ് ദ നമ്പർ. ശരിയല്ലേ? 3 ആഡ് ചെയ്തിട്ടുണ്ട്, 2 ടൈംസ് ദ നമ്പർ. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 101 കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കണക്കാണ് മക്കളെ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കണക്ക് ചെയ്യണേ. 2 തവണയുടെ കൂടെ 3 ആഡ് ചെയ്താൽ 101 കിട്ടുമെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ആരെപ്പോൾ കണ്ടുപിടിക്കണ്ടേ? എക്സിനല്ലേ കണ്ടുപിടിക്കണ്ടേ? സിമ്പിൾഡാ, നമുക്കറിയാം. എക്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നേക്കുന്നോ മരയിൽ അപ്പുറം കൊണ്ടുപോയത് അല്ലേ? ആദ്യം നമ്മൾ ആരെ കൊണ്ടുപോകണം? +3 അപ്പുറം കൊണ്ടുപോകണം. +3 അപ്പുറം പോയി എന്താകും? 2x ഇവിടെ കിടപ്പുണ്ട്. 101 - 3 ശരിയല്ലേ? അപ്പോൾ 2x = 101 3 പോയാൽ എത്ര വരും? 101 3 പോയാൽ എത്ര വരും? 98. ശരി, ഇത്രയും കിട്ടിയേ. നമുക്കപ്പോൾ 2x എന്ത് കിട്ടി? 2x 98 ആണെങ്കിൽ മക്കളെ പറഞ്ഞേ x എത്ര ആയിരിക്കും? 98/2. അതായത് എത്ര വരും? എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 49 വരും. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ആ ക്വസ്റ്റിനിൽ തന്നെ കഥയുണ്ട്. നമുക്ക് അത് വെച്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതി. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന എക്സിനെ വേണ്ടിയിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം അപ്പുറം കൊണ്ടുപോകണം. ഇത്രയും ചെയ്താൽ മാത്രം മതി, എങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. മക്കളേടാ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ. എന്താ പറയുന്നത്? 2 ആഡഡ് 3 ടൈംസ് ദ നമ്പർ. നമ്പർ നമുക്കറിയത്തില്ല, എക്സ് നെല്ലി കൊടുക്കുന്നത്. 2 ആഡഡ് 3 ടൈംസ് ദ നമ്പർ ഗീവ്സ് എന്ത് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്? 101. ശരിയല്ലേ? 2 ആഡ് ചെയ്തോ? 3 ടൈംസ് ഓഫ് നമ്പറിൻ്റെ കൂടെ നീ 2 ആഡ് ചെയ്തോ, നിനക്ക് 101 കിട്ടുമെന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമുക്ക് ഇവിടെ ആരെ കണ്ടുപിടിക്കണം? എക്സിനെ കണ്ടുപിടിക്കണം. നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഏതോ നമ്പറിൻ്റെ 3 മടങ്ങിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 101 കിട്ടുമെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിനെ വേണ്ടിയിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം കൊണ്ടുപോകണം അല്ലേ? ആദ്യം +2 അങ്ങ് അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ +2 അപ്പുറം പോകുമ്പോൾ എന്താ കൂടെ മക്കളെ? -2 ആവും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 3x നമുക്ക് എത്ര വരും? 101 നിന്നും 2 പോയാൽ 99 വരും എന്ന് നമുക്കറിയാം. ശരിയല്ലേ? അവിടെ അത് കഴിഞ്ഞു. അപ്പോൾ 3x നമുക്ക് എത്ര കിട്ടി? 99. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 x അല്ലേ? 3 അപ്പുറം പോയാൽ എന്താകും? നമുക്കറിയാം 99/3. അതായത് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടൂടാ? 33 എന്ന് കിട്ടും. ആ നമ്പർ എന്ന് പറയുന്നത് x ആണ്. 33 ആണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് എല്ലാ കണക്കുകളും ചെയ്യുന്നത്. മനസ്സിലായോ? മക്കളുടെ അടുത്ത കണക്ക് ഇവിടെ പറഞ്ഞേക്കുക. എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ പറഞ്ഞേക്കുക. 3 സബ്സ്ട്രാക്റ്റഡ് ഫ്രം. അടുത്ത കണക്കാണേ. 3 സബ്സ്ട്രാക്റ്റഡ് ഫ്രം 2 ടൈംസ് ദ നമ്പർ ഗീവ്സ് 101 എന്നാണ് പറയുന്നത്. അതായത് എന്താ പറഞ്ഞേക്കുന്നേ? ഏതോ നമ്പറിൻ്റെ 2 ടൈംസിൻ്റെ കൂടെ എന്ത് ചെയ്തേക്കുക? 3 മൈനസ് ചെയ്തപ്പോൾ എന്ത് വന്നു? 101 വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആരെ കൊണ്ടുപോകാം? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എക്സിനെ അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളവന്മാരെല്ലാം കൊണ്ടുപോകണം. നമുക്ക് ഈ -3നെയും കൊണ്ടുപോകണം, *2നെയും കൊണ്ടുപോകണം. അപ്പോൾ *2 അവിടെ കിടന്നോട്ടെ. നമുക്ക് ആദ്യം -3യെ കൊണ്ടുപോകാം. 101 + 3 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ 2x നമുക്ക് എന്ത് വരും? 104 എന്ന് വരും. അതായത് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? ഈ *2 അപ്പുറം പോകുമ്പോൾ എന്താകും? നമുക്കറിയാം *2 അപ്പുറം പോകുമ്പം ഡിവിഷൻ 2. അങ്ങനെ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 104 2 കൊണ്ട് വായിച്ചു നോക്കി. 2 കൊണ്ട് വായിക്കുമ്പം I2 10 0 0. ഈ 4 താത്രയ്ക്ക് 2 × 2 ആണ് 4 വരുന്നത്. ശരിയല്ലേ? അപ്പം നമുക്ക് എന്തെടുക്കാം? 52 എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത കണക്ക് പറഞ്ഞേക്കുക. 2 സബ്സ്ട്രാക്റ്റഡ് ഫ്രം 3 ടൈംസ് ദ നമ്പർ. അതായത് ഏതോ നമ്പറിൻ്റെ 3 ടൈംസിൻ്റെ കൂടെ എന്ത് ചെയ്തേക്കുക? 2 മൈനസ് ചെയ്തപ്പോൾ എന്ത് വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്? 101. ശരിയല്ലേ? അപ്പോഴും ഇതുപോലെ നമുക്ക് എന്താ പറയുക? നമ്പറല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഏതോ നമ്പറിൻ്റെ 3 ടൈംസിൻ്റെ കൂടെ -2 ചെയ്തപ്പോൾ 101 കിട്ടിയെന്ന് പറഞ്ഞാൽ ഗീവ്സ് എന്ന് പറഞ്ഞാൽ = 101 കിട്ടിയടാ. 101 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം മക്കളെ? 3x അവിടെ ഇട്ടു. ഈ -2 അപ്പുറം പോയി എന്താകും? നമുക്കറിയാം +2 ആകും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 3x = 103 എന്ന് വരും. അതായത് x =
അപ്പോൾ എക്സല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 3 ശല്യമല്ലേ, 3 ശല്യത്തിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പുറം പോയി എന്താകും, × 3 അപ്പുറം പോയി എന്താകും, ഡിവിഷൻ. നമുക്കറിയാലോ, ഇൻറ്റു അപ്പുറം പോയാൽ ഡിവിഷൻ ആകും, പ്ലസ് അപ്പുറം പോയാൽ മൈനസ് ആകും, മൈനസ് അപ്പുറം പോയാൽ പ്ലസ് ആകും. ഇവിടെ -2 അപ്പുറം പോയപ്പോൾ പ്ലസ് ആയി. ഇവിടെ × 3 അപ്പുറം പോകുമ്പം ഡിവിഷൻ. അതറിയാം. 103 / 3. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില 103നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാവേ. 103 ഡിവൈഡ് ബൈ 3. 3 9, റിമൈൻഡർ 1. വീണ്ടും 3, 3 12, റിമൈൻഡർ 1. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, 34 1/3 എന്ന് എഴുതാം. ഇതാടാ മക്കളെ നമ്പർ. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റിന് കഥയുണ്ട്, ആ കഥയെടുത്ത് എഴുതുന്നു, അതിന് എക്സ് കണ്ടുപിടിക്കുന്നു. അറിയാത്തവരെ നമ്മൾ എക്സ് എന്ന് കൊടുക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. മക്കളെ അടുത്തത് എന്ത് ചോദിച്ചേക്കുന്നേ? ഇവിടെ ചോദിച്ചേക്കുക, ദ സം ഓഫ് 6 ടൈംസ് ഓഫ് എ നമ്പർ ആൻഡ് 4 ഈസ് 100. അത് എന്തോ പറഞ്ഞേക്കുന്നേ? ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് കൂട്ടിയപ്പം ഏതോ ഒരു സംഖ്യയെ, അറിയാത്ത സംഖ്യയെ നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. നമ്പറിനെ നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. ആ സംഖ്യയുടെ 6 ടൈംസിനെ 4 കൊണ്ട് കൂട്ടിയപ്പോൾ 100 വന്നു എന്നല്ലേടാ മക്കളെ കഥ പറഞ്ഞേക്കുന്നേ? ആണ് 6 ടൈംസ് എ നമ്പർ ആൻഡ് 4 എന്ന് പറഞ്ഞാൽ കൂട്ടിയപ്പോൾ. ശരിയാണ്. അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, എക്സ് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 6. നമുക്കറിയാടാ, നമ്മൾ ചെയ്ത് തഴമ്പിച്ചു. 100 ഈ +4 അപ്പുറം എന്താകും? -4. അതായത് 6x = 100 4 പോയാൽ നമുക്കറിഞ്ഞൂടെ 96 ആണെന്ന്? അറിയാലോ. അങ്ങനെയാണെങ്കിൽ 6x 96 ആണെങ്കിൽ മക്കളെ എക്സ് എന്ന് പറയുന്നത് 96 / 6 അല്ലേ? അതായത് 6 × x, 6 ഇൻറ്റു സാധനം × 6 അപ്പുറം പോയ ഡിവിഷൻ ആവൂലേ? എക്സിനെ അവിടെ ഇട്ടിട്ട് × 6 അപ്പുറം പോയ ഡിവിഷൻ ആവൂലേ? അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് എത്ര വരും? നമ്പർ എന്ന് പറയുന്നത് 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 16 വരും. നോക്കാം, 96 / 6. 1 6, 3 6, 6 36 വന്നു. മനസ്സിലായോ? ഇങ്ങനെ ചെയ്യുന്നേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൂ. എല്ലാ കഥകളിൻ്റെ അകത്തും ആൻസർ കിടപ്പുണ്ട് മക്കളെ, നമ്മൾ അതിന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോടാ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. എന്നാണ് കണ്ടോണേ, സിമ്പിൾ ആവട്ടെ കേട്ടോ, പക്ഷേ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. കേട്ടോണേ. ദ സം ഓഫ് 2 ടൈംസ് എ നമ്പർ ആൻഡ് 7 ടൈംസ് എ സെയിം നമ്പർ. അപ്പം നമ്പർ ഏതോ ഒരു നമ്പർ ഇടാക്കളെ. നമ്പറിനെ നമുക്ക് എന്തെടുക്കാം? നമുക്കറിയാത്ത നമ്പറിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ആ നമ്പർ, സെയിം നമ്പർ എന്നല്ലേ പറയാം. അപ്പം നമ്പർ മാറത്തില്ല, എക്സ് തന്നെയാണ്. അതിൻ്റെ 2 ടൈംസിൻ്റെ കൂടെ 7 ടൈംസ് കൂട്ടിയപ്പോൾ അവർക്ക് 27 കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഒരു സംഖ്യയുടെ 2 മടങ്ങ് 7 മടങ്ങും കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്നു? 27 കിട്ടി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ നമ്പർ? എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിവിടെ ആദ്യം 2 ആണോ കൊണ്ടുപോകേണ്ടത്? ഇവിടെ 7 ആണോ കൊണ്ടുപോകേണ്ടത്? അല്ലടാ, നമുക്ക് ഇവർ തമ്മിൽ കൂട്ടാൻ പറ്റും. കാരണം എന്താ? 2x + 7x എന്താ മക്കളെ? 2 ചക്ക + 7 ചക്ക എന്താടാ മക്കളെ? 9 ചക്ക. ശരിയല്ലേ? ആണ്. നമുക്ക് ഒരേ വേരിയൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോടാ? 2x + 7x നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ 9x വന്നു. ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ഇവിടെ 9 × x അല്ലേ? × 9 അപ്പുറം പോകുമ്പോൾ എന്താകും? നമുക്കറിയാം എന്താടാ? ഡിവിഷൻ ആണെന്നറിയാം. അതായത് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ആ നമ്പർ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ നമ്പറിനെ എക്സ് എന്ന് എടുത്തു. അവർ പറഞ്ഞു 2 ടൈംസ് ദ നമ്പർ + 7 ടൈംസ് ദ നമ്പർ എന്താണെന്നാണ് പറഞ്ഞത്? 27. ആ കഥ നമ്മൾ അതുപോലെ എഴുതി. അതിൽ നമ്മൾ ആരെ തൂക്കി? എക്സിനെ തൂക്കി. മക്കളെ ഈ ക്വസ്റ്റ്യൻ കേട്ടോണേ. ഇവർ പറഞ്ഞേക്കുക 99 ആഡഡ് ടു 12 ടൈംസ് എ നമ്പർ. ഏതോ ഒരു നമ്പർ. അപ്പം നമ്പർ നമ്മൾ എന്തെടുത്തു? നമ്പർ അറിയാത്ത നമ്പറിനെ നമ്മൾ എന്തെടുത്തു? എക്സ് എന്ന് എടുത്തു. ശരിയല്ലേ? ആണ്. 12 ടൈംസ് എ നമ്പർ എന്നാണ് പറഞ്ഞത്. 12 ടൈംസ് എ നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒരു 99 ആഡ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? 21 ടൈംസ് ദ നമ്പർ. 21 മടങ്ങായി സംഖ്യ എന്നാണ് പറഞ്ഞേക്കുന്നത്. 21 മടങ്ങായി സംഖ്യ 21 മടങ്ങായി എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്? 12 ടൈംസ് ദ നമ്പർ + 99 ഗീവ്സ് എന്താ പറഞ്ഞേക്കുന്നത്? 21 ടൈംസ് ദ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നോക്കിയേ, ഈ എക്സ് ഇവിടെ ഇട്ടിട്ട് +99 ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ?
ഇല്ല. ഈ 12 അപ്പുറം കൊണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാ ഇവിടെ 21 ചക്കയുടെ കൂടെ 12 ചക്ക നമുക്ക് കൂട്ടിക്കൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്തു. അവരെ തമ്മിൽ ഒരു ടീമല്ലേ, അവരല്ലേ ഒരു ടീം. അപ്പോൾ അവരുടെ അടുത്തോട്ടല്ലേ ഒരാൾ ടീം സെയിം ടീമാകുമ്പോൾ അവരെ അടുത്തോട്ട് കൊണ്ടുപോകണ്ടേ ആണ്. അപ്പോൾ 99 നമ്മൾ അവിടെ ഇടുന്നു. ഇതാ 21 അടുത്തോട്ട് പ്ലസ് 12 വരുമ്പോൾ എന്താകും? -12 ആവൂലേടാ, ആകും. അപ്പം 99 ഈസ് ഈക്വൽ ടു 21 12 പോയാൽ എത്ര? ഇതാ കുറയ്ക്കുമ്പം 9x എന്ന് വരും. 21 12, 21 12, 21 മിഠായി 12 മിഠായി പോയാൽ എത്ര? 9 മിഠായി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 9 അപ്പുറം പോകുമ്പോൾ എന്താകൂടാ? 99 അടുത്തോട്ട് ചെല്ലുമ്പോൾ എന്താകും? ഡിവിഷൻ 9. അതായത് എന്ത് വരുകൂടാ? എത്ര വരും? 11 എന്ന് വരും. നമ്പർ 11. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. കണക്കുകൾ സിമ്പിളാണ്. നമ്മളെ ക്വസ്റ്റിനിൽ തന്നെ എല്ലാ കഥകളും കിടപ്പുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്ത് ക്യാച്ച് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മളിന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വർക്കുകൾ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യുക? അറിയിക്കുക. എന്തുണ്ടെങ്കിലും അറിയിക്കുക. എങ്ങനെ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക. എന്തുണ്ടെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം കുട്ടികൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ?